ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലും അതേപോലെ ഇടയ്ക്കൊന്ന് RCCയിൽ പോയി ട്രിവാൻഡ്രത്ത്, അതേപോലെ വാപ്പാനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വാപ്പ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. കഴിഞ്ഞ 16-ാം തീയതി എനിക്ക് ബയോപ്സി റിപ്പോർട്ട് കിട്ടി. ബയോപ്സി റിപ്പോർട്ടിൽ നമ്മൾ വിചാരിച്ചു സർജറി വളരെ സക്സസ് ആണ് എന്ന്. പക്ഷേ സർജറി സക്സസ് അല്ലായിരുന്നു. സർജറി വളരെ ഫ്ലോപ്പായി പോയി. എനിക്ക് എൻ്റെ അടുത്ത് സർജൻ പറഞ്ഞത് എൻഡോമെട്രിയസ് ആണ് എന്നാണ് ബയോപ്സി റിപ്പോർട്ടിൽ. അപ്പം എനിക്കെന്തോ ആ ഒരു ബയോപ്സി റിപ്പോർട്ട് കണ്ടപ്പം ഒരു അബ്നോർമാലിറ്റി തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ഉടനെ തന്നെ എനിക്കറിയുന്ന 2-3 ഡോക്ടേഴ്സിന് ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. റിപ്പോർട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു നല്ല റിസൾട്ട് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെയും ജനറൽ സർജനെ കണ്ടിട്ട് നമ്മൾ പിന്നെയും പറഞ്ഞു, ഡോക്ടർ ഇതേപോലെ വേറെ ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെന്നാൽ വേറെ ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളങ്ങനെ ഒഴിവാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ എൻ്റെ സ്റ്റിച്ച് വന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് മുമ്പ് RCCയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത സമയത്ത് അറിയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർക്ക് റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു പറ്റുമെങ്കിൽ ഒന്ന് നേരിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായി. പിന്നെ അതിൻ്റെ അടുക്ക് പാപ്പക്ക് തീരെ വയ്യാണ്ടായി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റിച്ചൊന്നും എടുക്കാത്തതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് പെയിൻ്റെ കുറച്ച് മെഡിസിൻസും അതേപോലെ സ്റ്റിച്ചിന് തൽക്കാലം ഒന്ന് ഡ്രസ്സ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അവരൊന്ന് അതൊക്കെ ചെയ്തു തന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഗൈനക്കിൻ്റെ ഡോക്ടറെയാണ് കാണാൻ പോയത്. അപ്പോൾ ഡോക്ടർക്ക് ഞാൻ റിപ്പോർട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് റെയറായിട്ട് വരുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ഓങ്കോളജിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പം ഇതൊക്കെ കാണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക്, ആ റിപ്പോർട്ടിൽ എന്താണ് കറക്റ്റായിട്ട് പറയുന്നതെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ നേരെ മക്കളെ ഒന്നും കൂട്ടിയില്ല, ഞാനും ഹസ്ബൻഡും മാത്രം നാട്ടിൽ പോയി. ഇപ്പം ഫ്രൈഡേ ആണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. ഫ്രൈഡേ നാട്ടിൽ പോയി, സാറ്റർഡേ ആണ് അവിടെ എത്തിയത്. അങ്ങനെ പിന്നെ സാറ്റർഡേ ലേറ്റായി നമ്മൾ എത്തിയപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അങ്ങനെ മൺഡേ വരാൻ പറഞ്ഞു RCCയിലെ ഡോക്ടർ. അപ്പം RCCയിലേക്ക് നേരിട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു വീട്ടിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ സാറ്റർഡേ പോയി വാപ്പാനെ കണ്ടു. സൺഡേ നമ്മൾ വാപ്പാനൊക്കെ കണ്ട് വാപ്പ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നെ നമ്മൾ തിങ്കളാഴ്ച അവിടെ പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ട്രിവാൻഡ്രം മൊത്തം മഞ്ഞപ്പിത്തം സ്പ്രെഡായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര ആൾക്കാരൊക്കെ ആയിട്ട് അവിടെ അഡ്മിഷന് പോലും സ്ഥലമില്ല, പേഷ്യൻസിനൊക്കെ നിലത്താണ് കിടത്തുന്നതൊക്കെ അവിടെയുള്ള ഒരാൾ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടേക്കും പോകാൻ പറ്റിയില്ല. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറും നിങ്ങളിങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് തലശ്ശേരിയിലേക്ക് വരാൻ നിന്നപ്പോഴാണ് വാപ്പാക്ക് സീരിയസ് ആവുന്നതും ഉച്ചയാകുമ്പോഴത്തേക്ക് വാപ്പ മരണപ്പെടുന്നതൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ കബറടക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് തിരിക്കുന്നത്. അപ്പം ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ എനിക്ക് 22-ാം തീയതി MCCയിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ നമ്മൾ MCCയിലേക്ക് വന്നു. MCCയിൽ വന്നപ്പം ഈ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓങ്കോളജീനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഓങ്കോളജീനെ കാണിച്ചു. അപ്പോൾ ഓങ്കോളജീനെ കാണിച്ചപ്പം പറഞ്ഞു വളരെ റെയറായിട്ട് മാത്രം വരുന്ന ഒരു ക്യാൻസറാണ്, എൻഡോമെട്രിയൽ സ്ട്രോമൽ സർക്കോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ്. അത് ഈ മെനോപോസൊക്കെ സംഭവിക്കുന്ന ആർത്തവ സമയമൊക്കെ നിൽക്കുന്ന സ്ത്രീകളിൽ വരുന്ന ഒരു തരം ക്യാൻസറാണ്. അത് വളരെ റെയറാണ്. അപ്പം അവർക്ക് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ തെറാപ്പിയും ഹോർമോണൽ തെറാപ്പിയാണ്. റേഡിയേഷൻ തെറാപ്പി എന്തായാലും എൻ്റെ ഈ ഒരു അവസ്ഥയിൽ പറ്റില്ല. പിന്നെ ഉള്ളത് ഹോർമോണൽ തെറാപ്പിയാണ്. ഹോർമോണൽ തെറാപ്പി രക്തം കട്ടപിടിക്കുന്നതുകൊണ്ട് മുമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞു ഹോർമോണൽ തെറാപ്പി ബ്ലഡ് ക്ലോട്ട് ആവാത്ത രീതിയിലുള്ളതുണ്ട്, പക്ഷേ ഒരു സർജറിയും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം
ഒരു സർജറിയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞത്. എനിക്ക് അബ്ഡോമണിൽ പല ഭാഗത്തും ഈ ലീഷൻസ് ഉണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതേപോലെ സെൻട്രൽ ഭാഗത്തൊക്കെ ഈ ലീഷൻസ് ഉണ്ട്. പക്ഷെ സർജറീൻ്റെ ടൈമിൽ എനിക്ക് ഭയങ്കര പെയിന് ഈ റൈറ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റ് സൈഡിലെ എൻഡോമെട്രിയസ് മാത്രമേ ഇത് റിമൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് റിമൂവ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ MRIൻ്റെ റിപ്പോർട്ടിലൊക്കെ ലെഫ്റ്റ് സൈഡിലും സെൻട്രൽ സൈഡിലൊക്കെ ലീഷൻസ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 7-8 MRI എടുത്തിട്ടുണ്ടായിരുന്നു, 9ഓളം USG എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയത്. അപ്പം ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ, സർജൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, നിങ്ങൾക്ക് പെയിൻ ഇല്ലല്ലോ ആ ഭാഗത്ത്, നിങ്ങൾക്ക് പെയിൻ റൈറ്റ് സൈഡിലല്ലേ, അപ്പം അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇത് ഞങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ പെയിൻ വരുവാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, നിങ്ങളത് ആലോചിച്ചിട്ട് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പറഞ്ഞു. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്രയും അസുഖം വന്നിട്ട് ഡിപ്രഷൻ വന്നിട്ടില്ല, ഇത് ഡിപ്രഷൻ്റെ പ്രശ്നമല്ല, ഇത് ഒരാൾ അനുഭവിക്കുന്ന അത്രത്തോളം പെയിന്, അത് ഇപ്പം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പല ആൾക്കാർക്കും നമ്മൾ അനുഭവിക്കുന്ന പെയിന് അവർ അനുഭവിക്കാത്തതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അല്ലേ. അപ്പോൾ ഇനിയും ഒരു സർജറി എന്ന് പറയുന്നത് എനിക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ ഓങ്കോളജി ഡോക്ടർ പറഞ്ഞു, സർജറി മസ്റ്റാണ്, സർജറി ചെയ്താൽ മാത്രമേ അതിനൊരു പെയിൻ റിലീഫ് എന്ന് പറയാൻ, ഈ ഒരു എൻഡോമെട്രിയൽ ഗ്രോത്ത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, അത് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പെയിനിൻ്റെ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ കോൺസ്റ്റിപ്പേഷന് നമുക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലീഡിങ് മാത്രമാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുന്ന ഫുഡ് മൊത്തം വൊമിറ്റ് ചെയ്തിട്ടും ഈ ഉള്ളിലുള്ള ഫുഡിൻ്റെ എന്തെങ്കിലും അംശം ബാക്കിയുണ്ടെങ്കിൽ അത് ബ്ലഡായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ എൻഡോമെട്രിയസിൻ്റെ ഭാഗമാണെന്നാണ് ഇപ്പം ഉള്ള കണ്ടുപിടുത്തം. അല്ലാതെ എനിക്ക് അറിയില്ല, ഡോക്ടേഴ്സ് പറയുന്നത് മാത്രം വിശ്വസിക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പം MCC എന്ന് പറഞ്ഞു. ഇവിടെ എന്തായാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ഒന്നാമത് ഒരു ICU, അതേപോലെ തന്നെ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള വെൻറ്റിലേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മസ്റ്റായിട്ടും സർജറി വേണം, സർജറി മാത്രമാണുള്ളൂ. സർജറി ചെയ്ത് ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷം മാത്രം ഹോർമോണൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊന്നും റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ല. അവർ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, സ്റ്റേജ് എത്രയാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മിംസ് ഹോസ്പിറ്റലിലേക്ക് അവരൊരു സ്ലൈഡും അതേപോലെ തന്നെ ബ്ലോക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MCCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പേപ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനി അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രേഡ് എത്രയാണെന്നൊക്കെ നോക്കും, അതിൻ്റെ കൂടെ MRI ഒക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഈ PNHൻ്റെ സിംറ്റംസൊക്കെ ഓരോ രീതിയിലും കൂടിക്കൊണ്ട് വരുന്നത് കൊണ്ട് ഡോക്ടർ ഇപ്പം പറഞ്ഞത്, നിലവിൽ ആ മെഡിസിൻ അടിച്ചാൽ മാത്രമേ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കുറവ് ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിൻ്റെ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസാണിത്. 6 മാസത്തേക്ക് 1,62,00,000 രൂപയാണ് ഫണ്ട് വരുന്നത്. അപ്പം നമ്മൾ മുമ്പ് ഈ പോസ്റ്റ് ഇട്ട അവരുടെ അടുത്ത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി എപ്പോഴാണെന്ന് അറിയില്ല. അവർ എന്തായാലും അടുത്ത മാസമൊക്കെയാണ് പറയുന്നത് അവർക്ക് ഡേറ്റ്. എനിക്ക് ഇപ്പം കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു എൻഡോമെട്രിയൽ സ്ട്രോമ സർക്കോമ എന്ന് പറയുന്ന ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം റെയറാണെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കും അറിയില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടും കുറേ ഡോക്ടേഴ്സിനടുത്ത് സംസാരിച്ചിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് സ്റ്റഡി ചെയ്തത്. ലാസ്റ്റത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളെ വെജീനയിലേക്ക് ഈ ഒരു ടിഷ്യൂ കുറച്ചും കൂടിയും കൂടുതലായി വന്നിട്ട് നമുക്ക് വെജീന ഭയങ്കരമായിട്ട് നീർക്കെട്ട് വരുവും അതേപോലെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വെജീന റിമൂവ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അതാണ് എൻഡോമെട്രിയൽ സർക്കോമൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പം ഏത് സ്റ്റേജാണെന്നുള്ളതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ MRIയും അതേപോലെ തന്നെ ഇനിയുള്ള ആ ബ്ലോക്കിൻ്റെയും സ്ലൈഡിൻ്റെ ഒക്കെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ.
അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെയാണ് വിശേഷം. നിങ്ങളൊക്കെ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. താങ്ക് യു.